السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പവിത്രമായ ഈ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, സയ്യിദുൽ അയ്യാമായ യൗമുൽ ജുമുഅയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണിന്ന്. ഒരു വിശ്വാസിയായ മനുഷ്യൻ ഈ വെള്ളിയാഴ്ച ദിവസത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ധാരാളമായിട്ട് ഇബാദത്തുകളിൽ നാം ഏർപ്പെടേണ്ടതുണ്ട്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളമായി സ്വലാത്ത് അധികരിപ്പിക്കേണ്ടുന്ന ദിവസം കൂടെയാണ് വെള്ളിയാഴ്ച. അതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുൽ കഹ്ഫിന് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഒരാൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ഒരു പ്രത്യേകമായ നൂറ്, ഒരു പ്രത്യേകമായ പ്രകാശം നൽകി അവൻ അനുഗ്രഹിക്കുമെന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ധാരാളം മഹത്വങ്ങൾ ഹബീബായ മുത്തുനബി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാൾ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിൽ സംഭവിക്കാവുന്ന പാപങ്ങൾ പൊറുപ്പിക്കാൻ അത് കാരണമാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതുക. വലിയ പ്രതിഫലമുണ്ട് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതുമ്പോൾ. അതുപോലെ തന്നെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളമായിട്ട് സലാത്തുകൾ അധികരിപ്പിക്കുക. ഒരു വസീലയുമില്ലാതെ ഹബീബായ മുത്തുനബിയുടെ തിരുറൗളയിലേക്ക് നമ്മുടെ സലാത്തുകൾ എത്തിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഈ ദുആഇനെയും നമ്മൾ അധികരിപ്പിക്കുക. എന്താണ് ഈ ദുആയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. ഇലാഹി, എൻ്റെ റബ്ബേ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, നിന്റെ സുഖലോക സ്വർഗത്തിന് ഞാൻ ഒരിക്കലും അവകാശിയല്ല. എന്നാലോ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, നിന്റെ കത്തിയാളുന്ന നരകം സഹിക്കാനുള്ള ശക്തിയും എനിക്കില്ല. ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി, അതുകൊണ്ട് എൻ്റെ ദോഷങ്ങളെയൊന്ന് നീ പുറത്തു തരണം. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി, എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നീ അത് പൊറുക്കാൻ കഴിയുന്നവനാണ്. ഇതാണ് ഈ ദുആഇന്റെ അർത്ഥം. ഈ ദുആഇനെ ഒരു 5 തവണയെങ്കിലും വെള്ളിയാഴ്ചകളിൽ നാം പറയേണ്ടതുണ്ട്. ഈ ദുആയിലൂടെ നമ്മൾ എന്താണ് സമ്മതിക്കുന്നത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, അല്ലാഹുവേ, നിന്റെ സുഖലോക സ്വർഗത്തിന് ഞാൻ ഒരിക്കലും അവകാശിയല്ല. നിന്റെ സ്വർഗം ലഭിക്കാൻ ഞാൻ ഒരിക്കലും അവകാശിയല്ല, അതിനർഹനല്ല ഞാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരമൊക്കെ റബ്ബ് കബൂലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാനൊക്കില്ല. കാരണം നമ്മുടെ നിസ്കാരങ്ങളൊക്കെ പോരായ്മകൾ കൂടുതലുള്ള നിസ്കാരങ്ങളാണ്. അല്ലാഹ് എന്നുള്ള ചിന്തയിൽ ഒരു റക്അത്ത് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവേ, ഞാൻ ഇത്ര നിസ്കരിച്ചിട്ടുണ്ട്, അതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തരണം എന്ന് ചോദിക്കാനുള്ള ഒരു അവകാശവും നമുക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔദാര്യമായി നമുക്ക് സ്വർഗം കിട്ടണം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, അല്ലാഹുവേ, നിന്റെ സുഖലോക സ്വർഗം അതിന് ഞാൻ ഒരിക്കലും അർഹനല്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, എന്നാലോ നിന്റെ കത്തിയാളുന്ന നരകം അത് താങ്ങാനുള്ള കഴിവും എനിക്കില്ല റബ്ബേ. ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി,
അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ ദുർബല നിമിഷങ്ങളിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും എനിക്കൊന്ന് പുറത്തു തരണം. എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ തെറ്റുകൾ അടിമകൾ ചെയ്താലും അതെല്ലാം പുറത്തു തരാൻ കഴിയുന്നവനാണല്ലോ അല്ലാഹ്. ഇതാണല്ലോ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ദുആഇനെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഈ വെള്ളിയാഴ്ച മുതൽ ഈ ദിക്ർ, ഈ ദുആഇനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടെങ്കിലും അവർക്കും ഈ ദിക്റിനെ ചൊല്ലാം, സ്വലാത്തുകൾ അധികരിപ്പിക്കാം. പരിശുദ്ധമായ സയ്യിദുൽ അയ്യാമായ ഈ യൗമുൽ ജുമുഅയുടെ ഈ ദിവസത്തിന്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട്, ഇതിനെ ബഹുമാനിച്ചുകൊണ്ട് ധാരാളം ഇബാദത്തുകളിലായിട്ട് ചെലവഴിക്കാൻ, പരിശുദ്ധമായ ഈ ദിവസം കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആകളിൽ സാധുവായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.